അപ്പോൾ നമുക്ക് പ്രാജ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് അനാലിസിസ് സിസ്റ്റം നോക്കാം. ഇപ്പോൾ ഞാനത് മുമ്പ് നമ്മുടെ ചാനലിനകത്ത് ഇട്ടായിരുന്നു, ടെലിഗ്രാമിനകത്ത്. അപ്പം നിങ്ങൾ വരച്ച് നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു വ്യൂ പറയാം. ഇതെൻ്റെ ഒരു വ്യൂ മാത്രം, ഒരിക്കലും ഒരു കോളായിട്ട് കാണരുത്. പിന്നെ പുതിയതായിട്ട് വന്നവരെന്ത് ചെയ്യണം? പഠിക്കുക, പഠിച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഒരിക്കലും ഒരാളുടെ കോള് കേട്ടിട്ട് ചാടി കയറാൻ പാടില്ല. നിങ്ങളുടെ വ്യൂ നിങ്ങളുടെ റിസ്കിനനുസരിച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുക. അപ്പോൾ ഇതൊരു ചാനൽ പാറ്റാണെന്ന് ഒറ്റ തന്നെ മനസ്സിലാകും. കാര്യം ഞാനിത് ആദ്യം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാർട്ട് ബ്രേക്കിംഗ് നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പോൾ നോക്കുന്നത് എങ്ങനെ? അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചാർട്ട് കാണുമ്പോൾ അറിയാം, ഒരു 98 മുതലുള്ളൊരു ചാർട്ടാണ്. 98, 99 മുതലുള്ളൊരു ചാർട്ടാണ്. 99. അപ്പം ഒരു ഓരോരപ്പറൻ്റാണ് വന്നേക്കുന്നത്. പിന്നെ കുറച്ചിടത്തൊക്കെ ചെറുതായിട്ട് ഈ കൺസൾട്ടേഷൻ അടിച്ചൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു ഏരിയ നോക്കുമ്പോഴത്തേക്കറിയാം, ഇവിടെ നിന്നൊരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് നടന്നപ്പോഴത്തേക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കണ്ടോ? ഒരു എത്ര രൂപയാണ്? ഈ ഒരു 3 രൂപ സംതിങ്ങിൽ മേടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 200 രൂപ 200 സംതിങ് രൂപ വരെ നമുക്കത് ഹോൾഡ് ചെയ്യാമായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ, അല്ലാതെ അതിനകത്തുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ഒന്നും കാണിക്കുന്നൊന്നുമില്ല. കാര്യം ഒരുപാട് വീഡിയോ നീണ്ടു പോയിട്ടും കാര്യമില്ല. കാര്യം ഈ പറയുന്ന എനിക്കാണെങ്കിലും ഒത്തിരി നേരമുള്ള വീഡിയോ കണ്ടാൽ ബോറടിക്കും. കാര്യം ഇപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിത് പഠിക്കുക എന്നുള്ളതാണല്ലോ, ബോറടിപ്പിച്ചല്ലോ പഠിപ്പിക്കണ്ട. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തായാലും വരച്ച് നോക്കിയാൽ പറ്റത്തുള്ളൂ. ഞാനിത് ഇച്ചിരി വലുതാക്കാം. ഇവിടുന്ന് നമ്മൾ ദാണ്ട് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നു. ശരി, ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നു. ഉണ്ടോ? അപ്പോൾ ഓർത്തോണം, നമ്മൾ ഈ 2 ലൈൻ മാത്രം നമ്മൾ ഈ 2 പോയിന്റ് നിങ്ങൾ ഓർത്തോണം. ആ ഒരു ഏരിയ അല്ല ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് ഈ പോയിന്റുമാണ് ഞാനിത് ഫോക്കസ് ചെയ്തത്. ആ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് റിവേഴ്സിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ റെസിസ്റ്റൻസ് അങ്ങോട്ട് നീട്ടി വരച്ചു. പക്ഷേ അത് ബ്രേക്ക് ആകാതെ ചാടി കയറി ഇവിടുന്ന് ഇതിന് താഴെ മേടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എത്ര നാളിനകത്ത്, ഇപ്പോൾ ഞാനൊരു ഒരു ചാനൽ കാണിച്ചു തരുന്നുണ്ടോ? എത്ര നാൾ നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ പെട്ട് കിടന്നേനെ. കണ്ടോ? റെസിസ്റ്റൻസ് സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ താഴത്തെ ഏരിയ എന്നൊക്കെ വാങ്ങിക്കാം. ഇപ്പോൾ ഇത്ര ഹൈ എന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വിട്ട് കിടക്കണമെന്ന് ആലോചിച്ചു. ഈ 2000 ഈ 2 ലൈൻ കിട്ടിയല്ലോ. ഇതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ 2008 ചാടിക്കയറി വാങ്ങിച്ചിരുന്നെങ്കിൽ ആ ഒരു ഏരിയ ഏകദേശം ഒന്ന് എത്താൻ വേണ്ടി തന്നെ ഒരു 2021 റേഞ്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് നോക്കണം എത്ര നാൾ നമ്മളൊരു ചാർട്ടിൽ പെട്ട് കിടക്കേണ്ടി വരുന്നു. പ്രോപ്പറായിട്ട് പ്രൈസ് ആക്ഷൻ വരച്ചിരുന്നെങ്കിലോ. അതെങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ ബേസിക് പ്രൈസ് ആക്ഷനും പിന്നെ കുറച്ച് സൈക്കോളജിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്സ് ഓഫ് ട്രേഡിങ്ങിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഒരിക്കലും മടിക്കാതെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് മറ്റൊരു പാറ്റേണോടെ നമുക്ക് കണ്ടുപിടിക്കാം. അത് ഏതാണെന്ന് വെച്ചാൽ, വൺ ഓഫ് ദ ഫേമസ് ട്രയാങ്കിൾ പാറ്റേൺ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നിങ്ങളില്ലാതെ നോക്കാതെ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ട്രയാങ്കിളുമാണ്. അപ്പോൾ ഇത്രയും നോക്കിയില്ലെങ്കിൽ പോലും ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എൻട്രി എടുക്കല്ലായിരുന്നോ? അപ്പം ഈ ഒരു ഏരിയ എല്ലാം പോട്ടെ, നമ്മൾ അത് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വന്ന് ചാനൽ എടുത്ത് കണ്ടോ, റെസിസ്റ്റൻസ് സപ്പോർട്ട്, ഇവിടെ ചെറിയ റെസിസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ബുദ്ധിപരമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? നമ്മുടെ ജോലിയാണ്. അതൊരിക്കലും ഒരു ട്രേഡറോ ഏതോ ഒരുത്തം വന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാൻ പാടില്ല. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ പഠിച്ചിട്ട് വാങ്ങിക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഉണ്ടോ? നമ്മളിതാണ് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നു. കണ്ടോ? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ഉണ്ടല്ലോ. ചാൻസ് ഉണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് ചാടിക്കയറി വാങ്ങിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചാടിക്കയറി വാങ്ങിച്ചിട്ട് പിന്നെ നിങ്ങളിപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഒന്നും ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ വാങ്ങിച്ചു, അത് ഷെയർ മാർക്കറ്റുമായിട്ടുള്ള ഡീലാണ്. നിങ്ങളുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഡീലിനിടയ്ക്ക് ഞാനിവിടെ കിടന്ന് പറയുന്ന പോലെ ഒന്നും അവിടെ നടക്കണമെന്നില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാം. എനിക്കത് നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പറ്റും. നിങ്ങൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഒരു 100% ഗോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ലോകത്താരെ കൊണ്ടും പറ്റത്തില്ല. അത് ഉൾക്കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്ത പോസിബിലിറ്റീസ് എന്താ? ഇവിടെ നിന്നൊരു ബ്രേക്ക് നടന്നാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഏരിയ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ റീടെസ്റ്റ് ഏരിയ നിന്ന് വാങ്ങിക്കാം. തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ ഈ ഒരു ഏരിയ വരെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. മനസ്സിലായി? നിങ്ങളൊരു റിസ്ക് റിവാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും.
മനസ്സിലായോ? അത് നിങ്ങളത് ബ്രേക്ക് ചെയ്യുന്നതിനും വരെ വെയിറ്റ് ചെയ്യാന്നുള്ളൂ. ഒരിക്കലും ചാടി കയറി വാങ്ങിക്കില്ല. ചിലപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ കിടന്നിട്ട് ചിലപ്പോൾ പിന്നെ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു പാറ്റേണും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പിന്നെ തെറ്റും. ഓക്കെ, അത് പിന്നെ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കൊണ്ട് മാത്രം എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ട്രേഡ് കേരള ട്രേഡർ ഫാമിലിയിൽ ആരും ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യാറുമില്ല. മനസ്സിലായോ? കാര്യം അങ്ങനെ നിങ്ങളത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. നിങ്ങളുടെ റിസ്ക് നിങ്ങൾ മാനേജ് ചെയ്യണം. റിസ്ക് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് പറ്റത്തില്ല. 2 ട്രേഡ് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, അല്ലെങ്കിൽ 10 ട്രേഡ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഒരു ട്രേഡ് കളയാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്? അത് ഗ്യാംബ്ലിംഗ് ആയിട്ട് മാറത്തില്ല. നിങ്ങൾക്കൊരു ഐഡിയ, ഒരു വ്യൂവോ ഇല്ലാതെ നിങ്ങളെ കയറിയാൽ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തുക എന്നുള്ളതൊരു വ്യൂ ആണ്. നിങ്ങൾ ലോസ് അടിച്ചാൽ നിങ്ങൾ ഇറങ്ങുക എന്നുള്ളത് നിങ്ങളുടെ ഒരു വ്യൂ ആണ്. അതിന് ഓപ്പോസിറ്റ് വന്നാൽ നിങ്ങളുടെ ഒരു തലയല്ല അവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ വേറെ ഏതോ ഇമോഷൻ്റെ പുറത്ത് ഒക്കെയാണ് പോകുന്നത്. ഇമോഷൻസിനെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ടുണ്ട്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു 1:2 ഒക്കെ റേഞ്ച് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഈ ഒരു ഏരിയയിൽ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കയറാൻ പറ്റും. അപ്പോൾ താഴേന്ന് വാങ്ങിച്ചവർ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് നന്നായിട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല വോളിയത്തിലൂടെയുള്ള ബ്രേക്ക് ഔട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വാങ്ങിക്കാം. പിന്നെ ഒരുപാട് ടൈം ഫ്രെയിം ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ 1-2 പേര് ചോദിച്ചായിരുന്നു എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുന്നൊക്കെ. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് സാധാരണ വെക്കാറുള്ളത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്വിങ്ങിലോ ഉദാഹരണം കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത്, ഇവിടെ ഞാൻ ചിലപ്പോൾ വെക്കും, ഇച്ചിരി ചിലപ്പോൾ താത്ത് വെക്കും. അല്ലെങ്കിൽ താണ്ട് ഒത്തിരി റിസ്ക് എടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താണ്ട് ഈ ഒരു റെസിസ്റ്റൻസിന് താഴെ വെക്കും. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഒരു റിസ്ക് വെച്ചിട്ട് നമുക്ക് മേടിക്കാം. മനസ്സിലായി? അത് നമ്മളെങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് എത്ര രൂപ ഒരു ഷെയർ കളയാൻ പറ്റും. അത് ഓരോരുത്തർ അനുസരിച്ചിട്ട് മാറും. ചിലർക്ക് 1000 രൂപ റിസ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലർക്ക് 10,000 പറ്റും. അത് ഓരോരുത്തർ ക്യാപിറ്റലിനനുസരിച്ചിട്ട് ഇത്ര പേഴ്സൻറ്റേജ് എന്നൊക്കെ വെച്ചിട്ടൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങളുടേതായിട്ടുള്ളൊരു ഇത് മാത്രമാണ്. അപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം ഷെയർ മാർക്കറ്റ് അല്ലാതെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പേഴ്സണൽ ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, ഇപ്പോൾ ഫിറ്റ്നസ്, ഇപ്പോൾ ജിമ്മിൽ പോകുന്നുള്ളവർ, അല്ലെങ്കിൽ പോകാൻ താല്പര്യമുള്ളവർ, എന്തെങ്കിലും ഡൗട്ട് അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മടിക്കാതെ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. നിങ്ങൾക്ക് ഒരിക്കലും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫണ്ട് മുടക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടം വരത്തില്ല. പിന്നെ ഇത് പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടെങ്കിൽ നിങ്ങളോടല്ലാതെ വേറെ ആരോടും പറയാൻ എനിക്കില്ല. അപ്പം നമ്മുടെ ഫാമിലിയിൽ താല്പര്യമുള്ളവർ അതിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പം ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ ചാർട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ചുമ്മാ ചാടി കയറി വാങ്ങിക്കരുത്. നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് മാത്രം എൻട്രി എടുക്കുക. ഞാനിത് ചെറുതാക്കി ഇങ്ങനെ വെച്ച് തരാം. അപ്പം ഇത്രയ്ക്ക് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാനുള്ളൂ. എല്ലാവരും പഠിച്ച് നന്നായിട്ടൊരു എൻട്രി കിട്ടിയാൽ മാത്രം കയറുക. അപ്പം എല്ലാവർക്കും നല്ല ഏണിങ്സ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.